അയോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് എപ്പോഴും എക്സാമിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ്. അതായത് NH3 6 times 3 plus is diamagnetic complex and COF6 3 is paramagnetic complex. Substantiates the above statement using valence bond theory. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഹൈബ്രിഡൈസേഷൻ SP ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, അതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും, കോർഡിനേഷൻ നമ്പർ 2 ആയിരിക്കും. അടുത്ത ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP2 ഹൈബ്രിഡൈസേഷനാണ്, അത് ട്രൈഗണൽ പ്ലെയിനാർ ആണ്, കോർഡിനേഷൻ നമ്പർ 3 ആണ്. പിന്നെ SP3 ഹൈബ്രിഡൈസേഷൻ ടെട്രാഹെഡ്രൽ, കോർഡിനേഷൻ നമ്പർ 4. DSP2 എന്ന് പറയുമ്പോൾ സ്ക്വയർ പ്ലെയിനാർ ആണ്, ജിയോമെട്രി വരുന്നത്, കോർഡിനേഷൻ നമ്പറും 4 ആണ്. DSP3 എന്ന് പറയുമ്പോൾ ട്രൈഗണൽ ബൈ പിരമിഡൽ സ്ക്വയർ ബേസ്ഡ് പിരമിഡ്, അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ D2SP3യും SP3 D2 എന്ന് പറയുന്ന രണ്ടും ഒക്ടാഹെഡ്രലാണ്, അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഇത്രയാണ് നമുക്കുള്ളത്. ഏതൊക്കെയായിരുന്നു? SP3, SP2, DSP2, DSP3, D2SP3. പിന്നെ അതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലീനിയർ. SP ആണെങ്കിൽ ലീനിയർ, SP2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലെയിനാർ, SP3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, DSP2 ആണെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ, DSP3 ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ, അതുപോലെ D2SP3 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ. ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 2, 3, 4, 5, 6. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് വരുന്ന, അപ്പോൾ നമുക്ക് ഏതൊക്കെയായി ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയുണ്ട്? SP അല്ലേ, SP3, SP2, പിന്നെ DSP2, പിന്നെ DSP3, പിന്നെ D2SP3. ഓക്കെ, ഇനി അടുത്ത ജിയോമെട്രി നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. SP ആണെങ്കിൽ ലീനിയർ ആയിരിക്കും, SP2 ആണ് ട്രൈഗണൽ ബൈ പ്ലെയിനാർ ആയിരിക്കും, SP3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും, DSP2 ആണെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ ആയിരിക്കും, DSP3 ആണെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡൽ, D2SP3 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ, അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇത് വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ കോംപ്ലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഹൈബ്രിഡൈസേഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് ജിയോമെട്രി, പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇന്നർ ഓർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതായത് ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലിഗാൻസ് വന്നു കഴിഞ്ഞാൽ അത് ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. സ്ട്രോങ് ലിഗാൻസ് വന്നു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. വീക്കായിട്ടുള്ള ഇതാണ് ലിഗാൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഏതായിരിക്കും? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. അപ്പം ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എങ്കിൽ അത് ലോ സ്പിൻ ആയിരിക്കും. ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എങ്കിൽ ലോ സ്പിൻ ആയിരിക്കും. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലേ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എങ്കിൽ അതെന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും. ഓക്കെ, അതായത് സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വീക്ക് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ, ലിഗാൻഡ് എന്ന് പറയുന്നത് ഈ മെറ്റലിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഏത്? ലിഗാൻസ് എന്ന് പറയുന്നത്. കൊബാൾട്ടിൻ്റെ ലിഗാൻഡ് എന്ന് പറയുന്നത് NH3, അതുപോലെ ഈ കൊബാൾട്ടിൻ്റെ ലിഗാൻഡ് എന്ന് പറയുന്നത് F6 ആണ്. അപ്പോൾ ഈ F6നെയും NH3യെയും ആശ്രയിച്ചാണ് ഇന്നർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ലോ സ്പിന്നും വരുന്നത്. NH3 എന്നുള്ളത് സ്ട്രോങ് ലിഗാൻഡ് ആണ് എങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിൻ്റെ ഔട്ടർ ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ലോ സ്പിൻ ആയിരിക്കും. ഓക്കെ, അതേസമയം F6 എന്ന് പറയുന്ന വീക്ക് ലിഗാൻഡ് ആണ്, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഔട്ടർ ഇലക്ട്രോണിക് ആയിരിക്കും, ഹൈ സ്പിന്നും ആയിരിക്കും. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആൻഡ് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്. ഇപ്പോൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത് പെയർഡ് ഇലക്ട്രോൺസ് ആണ് എങ്കിൽ, അതായത് നമ്മൾ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോൺസ് പെയർഡ് ആണ് എങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറും,
പാരാമാഗ്നറ്റിക് എന്ന് പറയുന്ന അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് എങ്കിൽ, അൺപെയർഡ് പെയർ അല്ലാതിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ് എങ്കിൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറുമാണ്. ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ് എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് എങ്കിൽ നമ്മുടെ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് μ √n × n+2 ബോർ മാഗ്നറ്റോൺ ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് n എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമ്മുടെ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ജിയോമെട്രി കണ്ടുപിടിക്കുക. പിന്നെ ഇന്നർ ആണോ ഔട്ടർ ആണോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സ്ട്രോങ് ലിഗാൻസ് ആണെങ്കിൽ ഇന്നർ കോൺഫിഗറേഷൻ ആയിരിക്കും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും, അത് ലോ സ്പിന്നും ആയിരിക്കും നമ്മുടെ ആൻസർ. അതേസമയം വീക്ക് ലിഗാൻഡ് ആണ് എങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഹൈ സ്പിന്നും ആയിരിക്കും. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഡയാമാഗ്നറ്റിക്, അതായത് പെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറും അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറുമാണ്. പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ് എങ്കിൽ നമ്മൾ μ = n × √n × n+2 വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? പാരാമാഗ്നറ്റിക് നേച്ചറിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതിലോട്ട് പോകാമല്ലോ. ക്വസ്റ്റ്യൻ കണ്ട് ഇത് CONH3 6 3+ is diamagnetic complex and COF6 3- is paramagnetic complex. അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് വാലൻസ് ബോണ്ട് തിയറി വെച്ച്. അപ്പോൾ നമ്മൾ ആദ്യമേ ആരെ എടുക്കുക? CONH3 6 times 3+നെയും CONH3 COF6 3- എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ക്വസ്റ്റിനകത്ത് നമുക്ക് ഈ കൊബാൾട്ട് എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ തരത്തില്ല. ഓക്കെ, തന്നിരുന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമായിരിക്കും, അതേസമയം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റോമിക് നമ്പർ തരത്തില്ല. അപ്പോൾ നമ്മൾ അതായത് കുറച്ച് അറ്റോമിക് നമ്പർ കാണാതെ പഠിച്ചു വെക്കുക. അതായത് ഇപ്പം പഠിക്കാനായിട്ടുള്ള അറ്റോമിക് നമ്പർ ഏതിൻ്റെയൊക്കെ ഉള്ളത്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, അപ്പോൾ സ്കാൻഡിയം ആണെങ്കിൽ 21, ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം 24, മാംഗനീസ് 25, അയൺ 26, കൊബാൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29, അതുപോലെ തന്നെ സിങ്ക് 30. ഓക്കെ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ അത് ആർഗൺ എന്ന് പറയുന്ന 3p6 വരെയുള്ളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ആർഗനെ നമ്മൾ പൊതുവാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന 21 ആണെങ്കിൽ അടുത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d1 4s2 ആയിരിക്കും. അപ്പോൾ ഈ 4s2 എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അത് ക്രോമിയത്തിനും അതുപോലെ തന്നെ കോപ്പറിനും മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, അപ്പം 21 ആണെങ്കിൽ 3d1 4s2, 22 ആണെങ്കിൽ 3d2 4s2, 23 ആണെങ്കിൽ 3d3 4s2, 24 ആണ് എങ്കിൽ ക്രോമിയത്തിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് ഇത് ഇലക്ട്രോണിക് അതായത് ഇതിൻ്റെ എക്സ്ട്രാ സ്റ്റേബിൾ ആകാൻ വേണ്ടി, അതായത് ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും ആണ് എങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൈവരിക്കും എലമെൻറ്റ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ 4s2 നിന്നും ഒരു ഇലക്ട്രോൺസിനെ എങ്ങോട്ട് കൊടുക്കും? 3d4 ആയിരുന്നിടത്തോട്ട് 3d5 മാറ്റി കൊടുക്കും. അപ്പം 3d5 4s2 വരും. അതുപോലെ തന്നെ 3d5 25 ആണെങ്കിൽ 3d5 4s2, 26 ആണെങ്കിൽ 3d6 4s2, 27 ആണെങ്കിൽ 3d7 4s2, 28 ആണെങ്കിൽ 3d8 4s2, 29 ആണെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ളി ഇതാകാനായിട്ട്, അതായത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് എസ്സിൽ നിന്ന് ഇവിടെ 9 ആണ് കാര്യം പറഞ്ഞാൽ നമുക്ക് വരുന്നത് 4s2 ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താകുന്നു? ഇവിടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൈവരിക്കും. പിന്നെ അടുത്ത 30 ആണെങ്കിൽ 3d10 4s2. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് വ്യൂ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് 1s2 2s3p അല്ല 2s 2p, പിന്നെ 3s 3p 3d. ഇതെഴുതുന്ന വിധമാണ് 4s
4p 4d പിന്നെ 4f. ഓക്കെ, പിന്നെ അടുത്ത 5s 5p 5d 5f. ഇതുവരെ നമുക്കൊന്നിപ്പോൾ ചെയ്ത് നോക്കാം. അത് നമ്മൾ ഇതിനെ ഇങ്ങനെ വരയ്ക്കുക. ഇത് നമുക്ക് പഠിച്ചിട്ടുള്ള നമ്മൾ ഓൾറെഡി അല്ലേ. ആദ്യം 1s2, പിന്നെ 2s2, പിന്നെ 2p6, 3s2, 3p6. ഈ 3p6 വരെയുള്ളതാണ് ആർഗൻ്റെ. അപ്പം 6 2 8, 8 6 14, 2 16, 2 18. പിന്നെ വരുന്നതാണ് നമ്മുടെ ഏത് വരുന്നത് 3d 4s 3s കഴിഞ്ഞ് 3p6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാണ് 4s അല്ലേ. 4s അതിന് നമ്മൾ എന്താ 4s2 എനർജി വ്യത്യാസം അനുസരിച്ചിട്ട് ആദ്യം നമുക്കിവിടെ 3d വരുന്നത് കേട്ടോ. 3ഡിക്കകത്ത് 4s2 കഴിഞ്ഞാൽ 4s2നെ ഫില്ല് ചെയ്തതിന് ശേഷമേ ഉള്ളൂ പെനൾട്ടിമേറ്റ് ഷെല്ലിലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഇലക്ട്രോൺസ് പോകത്തുള്ളൂ. ഓക്കെ, ഔട്ടർ ഷെല്ലിലോട്ട് പോയതിന് ശേഷമേ ഉള്ളൂ പെനൾട്ടിമേറ്റ്, അതായത് അതിന് തൊട്ട് മുമ്പുള്ളത് 3d1. ഓക്കെ, 3d1 1s2 2s2 അതായത് 2 4 10 12 18 19 2 21. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിച്ചു. ഇവിടം വരെ ഉള്ളത് ആർഗൻ്റെയാണ്, ബാക്കി 3d1 4s2. ഒന്നും പറ്റുന്നില്ല എങ്കിൽ നമ്മളിത് കാണാതെ പഠിക്കുക. അതിനുശേഷം അടുത്തത് ഇപ്പം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു, ഇന്നർ ആൻഡ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുള്ളത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്നുള്ളത്. അതായത് നമ്മുടെ ഈ മെറ്റൽ ആറ്റത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ലിഗാൻസ് എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ആണ് അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ്, ആ ഫസ്റ്റ് കിടക്കുന്ന സ്ട്രോങ് ഫീൽഡ് അല്ലേ. അതായത് കാർബണൈൽ CO CN NO2 NH3 ഒക്കെയാണ് ലിഗാൻഡ് ആയിട്ട് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. ഓക്കെ, അതേസമയം SCN S2 OH H2O ഈഥൈൽ എഥനോള് EDTA പിന്നെ ഹാലൈഡ്സിനകത്ത് വരുന്ന ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എല്ലാം വരുന്നത് എന്താണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. അപ്പോൾ ഇനി ഈ ലിഗാൻസിനെ ഇതിലുള്ള ലിഗാൻസും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം വൃത്തിയായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഏതാണെന്ന് നോക്കുക. പിന്നെ ഇതിനകത്ത് കാണാൻ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഏതൊക്കെ, ജിയോമെട്രി ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ വരുന്ന ഏതാണെന്നുള്ളത്, പിന്നെ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ ഉള്ളതിൻ്റെ അല്ലേ അറ്റോമിക് നമ്പർ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ലിഗാൻസ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ലിഗാൻസ് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, നോക്കിയേ. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഏതാണ് വരുന്നത്, അതായത് H2O NH3 CO NO ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലോറിൻ ഫ്ലൂറിൻ ബ്രോമിൻ അയഡിൻ OH SCN CN NO2 ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി SO4 C2O4 അതായത് SO4 C2O4 CO3 ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഏതായിരുന്നു, CONH3 6 3+ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് കോംപ്ലക്സും അതുപോലെ COF6 3- എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് കോംപ്ലക്സുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഏത് വെച്ച്, വാലൻസ് ബോണ്ട് തിയറി വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ ആ CONH3 അങ്ങ് എടുക്കുക. CONH3 6 അല്ലേ, CONH3 6 3- അല്ല 3+ അല്ലേ, 3+. ഓക്കെ, 3+. CONH3 6 3+.
ഈ ആദ്യം നമ്മൾ ഇതിൻ്റെ മെറ്റലിൻ്റെ ഇതെല്ലാം മെറ്റൽ എന്ന് പറയുന്നത് കൊബാൾട്ടാണ്. അത് അറ്റാച്ച് ചെയ്താണ് ലിഗാൻസ് NH3 6 നിൽക്കുന്നത്. ഇനി ഈ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഈ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ചുറ്റുമുള്ള ലിഗാൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ലിഗാൻസിൻ്റെ NH3യുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി മിച്ചം അവിടെ മൊത്തം അത് 0 ആകത്തില്ലേ. NH3 0 ആയി കഴിഞ്ഞാൽ പിന്നെ കൊബാൾട്ടിന് ഓൾറെഡി നമുക്കറിയാം ചാർജ് ചെയ്തേ വരുള്ളൂ, CO3+ വരുള്ളൂ. ഓക്കെ, ഇനി CO3+ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊബാൾട്ട് എന്ന് പറയുന്നതിൻ്റെ അതായത് നമ്മൾ സ്കാൻഡിയം അല്ലേ, എവിടെ നിന്നിട്ടായിരുന്നു സ്കാൻഡിയം ടൈറ്റാനിയം അല്ലേ, സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം മാംഗനീസ് അയൺ കൊബാൾട്ട്. അപ്പോൾ ഇതിൻ്റെ 21, 22, 23, 24, 25, 26, 27 അല്ലേ. അപ്പോൾ നമ്മുടെ കൊബാൾട്ട് എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. 27 കൊബാൾട്ട് 27 ആണെങ്കിൽ നമ്മുടെ അറ്റോമിക് നമ്പർ 27 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് വരും? 3d7 4s2. ഇതൊന്ന് കാണാൻ പഠിച്ചു വെക്കണം കേട്ടോ. 3d7 4s2 ആർഗൺ കഴിഞ്ഞിട്ടാണ് 3d7 4s2. ഓക്കെ, ഇനി CO3+ ആണെങ്കിലോ CO3+ എന്ന് പറയുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് വരുന്നത്? 3 ഇലക്ട്രോൺസിനെ കൊടുക്കുകയല്ലേ ചെയ്ത്. അപ്പോൾ 27-ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 24. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് ഇതിൻ്റെ അകത്തുനിന്ന് 2 പോകും, ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണവും പോകും, എന്നല്ല 3 പോകുന്നത്. അപ്പം നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d6 വരും. ഇനിയാണ് നമ്മൾ അടുത്ത നോക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഇത്രയും സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത ഓർബിറ്റലിനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 3d ഓർബിറ്റൽ, 4s ഓർബിറ്റൽ, 4p ഓർബിറ്റൽ, 4d ഓർബിറ്റൽ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആദ്യം നമ്മുടെ 3d ഓർബിറ്റൽ അല്ല, അതിനകത്തല്ലേ ഇലക്ട്രോൺസ് ഉള്ളത്. 1 2 3 4 5 3d ഓർബിറ്റൽ. ഇനി അടുത്തത് 3d കഴിഞ്ഞാൽ 4s, പിന്നെ 4p, പിന്നെ ഇതിനു വേണ്ടി 4dയും കൂടെ വരച്ചോ കുഴപ്പമില്ല. 1 2 3 5. അപ്പം 4s 4p 4d. ഓക്കെ, 4p 4d. ഇനി നമ്മൾ ഈ 3dക്കകത്തുള്ള ഇലക്ട്രോണിനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കും. ഇതിനകത്തെല്ലാം ഓർബിറ്റെല്ലാം ഡീജനറേറ്റ് ആണ്, ഒരേ എനർജിയാണുള്ളത്. അപ്പോഴത്തേനും ആദ്യം എല്ലാത്തിനും വീതിച്ച് ആദ്യമേ അങ്ങ് കൊടുക്കുക അല്ലേ. 1 2 3 4 5 6 അല്ലേ. അപ്പോൾ നേരെ തിരിഞ്ഞ് ഒരെണ്ണം കൂടെ അങ്ങ് കൊടുക്കുക. ഓക്കെ, അതായത് ആദ്യത്തെ ബോക്സിൽ ഇത് ഇങ്ങനെ വരും അല്ലേ. ബോക്സ് ഇച്ചിരി ചെറുതായിപ്പോയി, ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, ഇനി ആ 3D കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ വീക്ക്, അതായത് നമ്മുടെ ഈ കൊബാൾട്ടിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ലിഗാൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ അതോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്നുള്ളത് നോക്കുക. അതായത് ഈ NH3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ലിഗാൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ് അല്ലേ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനകത്ത് വരുന്നതാണ് NH3, COA, CN- എല്ലാം ഏതിനകത്ത് വരുന്നതാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രോൺസ്, അതായത് d ഓർബിറ്റൽസിനകത്തിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആവാനായിട്ട് ശ്രമിക്കും കേട്ടോ. അതായത് ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ വരുന്നതെങ്കിൽ നമ്മുടെ d ഓർബിറ്റൽസിനകത്തിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ലേ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Dക്കകത്തല്ലേ വന്നേക്കുന്നത്. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? പെയർ ആകും. പെയർ ആകുമ്പോഴത്തേനും എങ്ങനെ അടുത്ത് ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? വലുതാക്കി വരച്ചു. 1 2 3 4 5 3D ഇതുപോലെ തന്നെ കൊടുക്കുക. അപ്പം ഇതാദ്യം ഓൾറെഡി പെയറായിട്ടിരിക്കുകയാണ്. ഇനി ഇതിങ്ങോട്ട് മാറും, പെയറാകും. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്ത എന്ന് പറയുന്നത് ബാക്കി വേക്കൻ്റ് കിടക്കുവാണ്. വേക്കൻ്റ് ആയിട്ട് ബാക്കി കിടക്കുക. 2 3 4 5 4D, അടുത്ത 4p, അടുത്ത 4s. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിനും
എങ്ങനെയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ NH3 വന്ന് ഇതിൻ്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായി. അപ്പോൾ NH3 വരുന്നത് NH3 എന്ന് പറയുന്നത് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവർ ഏതായത് പെയറായി പോയത് അല്ലേ. ഇനി ഇതിൻ്റെ അകത്തോട്ട് NH3 വന്ന് അറ്റാച്ച് ചെയ്യുവാണ്. NH3 അടുത്ത NH3 എത്ര NH3 ഉണ്ട് ടോട്ടൽ 6 NH3 ഉണ്ട്. ഇപ്പോൾ 2 NH3 പിന്നെ ഇനി അടുത്ത ഫോറസിലോട്ടല്ലേ പോകുന്നത്. NH3 പിന്നെ ഇവിടെ ഒരു NH3 ഇവിടെ ഒരു NH3 ഇപ്പോൾ എത്രയായി 1 2 3 4 5 പിന്നെ ഇവിടെ ഒരു NH3. ഓക്കെ, ഞാൻ N മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മുടെ എന്ത് വരുന്നത് ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നുള്ള വരുന്നത്. അപ്പോഴത്തേക്കിനും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്ന ഈ ഓർബിറ്റിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ NH3 എവിടെയൊക്കെയാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അതെല്ലാം കൂടെ പെറുക്കി ഒന്ന് എടുത്താൽ മതി. NH3 നമ്മൾ ഏതിനകത്തൊക്കെയാണ് D-ക്കകത്ത് എത്ര ഇതിൽ ഓർബിറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്? D-ക്കകത്ത് 2 ഓർബിറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ D2 എസിനകത്തെയോ ഒരെണ്ണത്തിൽ D2 ഇവിടെ ഇതാ D2 എസ് അടുത്ത ഏതാ P-ക്കകത്ത് നമ്മൾ എത്ര എണ്ണത്തിനകത്ത് ഫില്ല് ചെയ്തു? sp3 3 എണ്ണത്തിനകത്ത്. അപ്പോൾ D2 sp3 എന്ന് പറയുന്നത് നമ്മളിത് പഠിച്ചതാണ്. D2 sp3 എന്ന് പറയുന്നത് ഏതാണ്? ജിയോമെട്രി അല്ല നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് D2 sp3 ആണ്. D2 sp3 ആണ് എങ്കിൽ അതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒക്ടാഹിഡ്രൽ ആയിരിക്കും ജിയോമെട്രി എന്ന് പറയുന്നത്. ഒക്ടാഹിഡ്രൽ. ഓക്കെ, ജിയോമെട്രി എന്ന് പറയുന്ന ഒക്ടാഹിഡ്രൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതിൻ്റെ അകത്ത് സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ നമ്മൾ ഇത് അകത്തോട്ടല്ല NH3 കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇന്നർ കോൺഫിഗറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സ്പിൻ എന്ന് പറയുന്നത് ലോ സ്പിൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻസർ ഏതായിരുന്നു? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ കണ്ടല്ലായിരുന്നോ? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഏതായിരുന്നു? D2 sp3. അതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒക്ടാഹിഡ്രൽ. പിന്നെ അടുത്ത അതിൻ്റെ അതായത് NH3 എന്ന് പറയുന്ന സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇതെന്ന് പറയുന്നത് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇന്നർ, അതായത് അകത്തോട്ടല്ലേ നമ്മൾ NH3 കൊടുത്തത്, ഇന്നർ കോൺഫിഗറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സ്പിൻ എന്ന് പറയുന്നത് ലോ സ്പിൻ ആയിരിക്കും. ഇനി അടുത്ത ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണ് കണ്ടുപിടിക്കാനുള്ള? മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കൊടുക്കുമ്പോഴത്തേനും ഇതിനകത്ത് അൺപെയർഡ് ആയിട്ട് വല്ല ഇലക്ട്രോൺസും ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് അൺപെയർഡ് ആയിട്ട് വല്ല ഇലക്ട്രോൺസും കിടപ്പുണ്ടായിരുന്നോ? അതായത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ആ ഇലക്ട്രോൺസിനെ നമ്മൾ പെയർ ആക്കിയായിരുന്നു. അതായത് NH3 വരുന്നതനുസരിച്ചിട്ട് ഈ ഇലക്ട്രോൺസിനെ പെയർ ആക്കി. അപ്പം ഇതിൻ്റെ അകത്തും 2 ഇലക്ട്രോൺസ്, ഇതിൻ്റെ അകത്തും 2 ഇലക്ട്രോൺസ്, ഇതിൻ്റെ അകത്തും 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിനകത്ത് അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പാരാമാഗ്നറ്റിക് നേച്ചറാണ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെന്താണ്? ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ N = അൺപെയർഡിൻ്റെ അവിടെ 0 കൊടുക്കുക. അപ്പോൾ മൊത്തം ആൻസർ എന്തായിരിക്കും? 0 ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് CONH3 എന്ന് പറയുന്ന ഡയാമാഗ്നറ്റിക് നേച്ചറാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ അകത്ത് എന്തായിരുന്നു? ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു. അതിനുശേഷം ഒക്ടാഹിഡ്രൽ ജിയോമെട്രി കണ്ടുപിടിച്ചു. പിന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇന്നർ കോൺഫിഗറേഷൻ ആയിരിക്കും. വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് ഇന്നർ ആണെങ്കിൽ ലോ സ്പിന്നാണ്. പിന്നെ അടുത്ത ലാസ്റ്റത്തെ നമ്മുടെ ഇതിൻ്റെ അകത്ത് പെയർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് നേച്ചറാണ്. അതുകൊണ്ട് നമുക്ക് പാരാമാഗ്നറ്റിക് നേച്ചറിൻ്റെ ഇക്വേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് എന്താണ് ചെയ്തത്? CONH3 6 ടൈംസിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അപ്പോൾ ഈ അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഇതിൻ്റെ അനുസരിച്ച് ലിഗാൻസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നനുസരിച്ച് ലിഗാൻസ് സ്ട്രോങ് ആണ് എങ്കിൽ ബാക്കിയെല്ലാം ആ ഓർബിറ്റലിനകത്തോട്ട് അൺപെയർഡ് എല്ലാം കൂടെ പെയർ ആയിട്ട് ഒതുങ്ങും. എന്നിട്ട് നമ്മുടെ ആ NH3 അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇപ്പം 3D Dക്കകത്താണ് എങ്കിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് D2 NH3 2 എണ്ണം വന്നു. പിന്നെ എസിനകത്ത് 1 NH3 വന്നു. പിന്നെ ബാക്കി Pക്കകത്ത് 3 NH3 വന്നു. അങ്ങനെ D2 sp3 ഹൈബ്രിഡൈസേഷൻ വന്നു. ഒക്ടാഹിഡ്രൽ. ഓക്കെ, ഇനി അപ്പോൾ അടുത്തത് നമ്മുടെ ഏതാണ്? ഇതിപ്പം ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണെന്നും ഒക്ടാഹിഡ്രൽ ആണെന്നും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഏതാ വരുന്നത്? COF6 അല്ലേ.
നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന ഫസ്റ്റ് ഏതായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് D2sp3 അല്ലേ? നമ്മളിപ്പോൾ അത് കണ്ടുപിടിച്ചോളൂ. ഏതിൻ്റെയാ? CONH3യുടെ. ഇനി ജിയോമെട്രി എന്ന് പറയുന്നത് നമുക്ക് ഏതാ കിട്ടിയത്? ഒക്ടാഹിഡ്രൽ അല്ലേ? ഒക്ടാഹിഡ്രൽ. ഇനി അടുത്ത ഏതായിരുന്നു? ഇന്നർ. അതായത് ഇവിടെ ഇരിക്കുന്ന ലിഗാൻഡ് എന്ന് പറയുന്ന സ്ട്രോങ് ആണെങ്കിൽ ഇവിടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും വരുന്നത്? ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ലോ സ്പിന്നും ആയിരിക്കും വന്നത്. അത് എളുപ്പമായിരിക്കും നമുക്ക് ആൻസർ ചെയ്താൽ. പിന്നെ അടുത്ത നമുക്കിത് ആ പെയർഡ് ഇലക്ട്രോൺസ് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു വന്നത്? ഈ രീതിയിലല്ലായിരുന്നു വന്നത്. പെയർ ചെയ്ത് അല്ലേ? പെയർ ചെയ്തു. ഇവിടെ NH3 ഇവിടെ NH3 അങ്ങനെയല്ല വന്നത്. അപ്പോൾ ഇത് പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കകത്ത് ഏതാണ്? ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. പാരയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഇക്വേഷൻ കൊടുക്കത്തുള്ളൂ. ഇക്വേഷൻ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, 0 ആണെന്നുള്ള ആൻസറേ ഉള്ളൂ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്ത ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? COF6 എന്നുള്ളത് ഏതാണ്? COF6 3- ഈസ് പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ്. നമ്മൾ വാലൻസ് ബോണ്ട് തിയറി വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് COF6ന് എഴുതാം. COF6 അല്ലേ? COF6 3- സി എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററും O സ്മോൾ ലെറ്ററുമാണേ. അപ്പോൾ COF6 3- ആണ് എങ്കിൽ നമ്മൾ ആദ്യം COയുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം. COയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വരുന്നത്? 27 അല്ലേ? ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട CO ആണെന്ന് മനസ്സിലായി. ഇനി ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ഓർക്കണം. നമ്മൾ നേരത്തെ പഠിച്ചാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ആ ഹാലജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ F6 എന്ന് പറയുന്ന -1 ആണെങ്കിൽ -6 ആണ് ഫസ്റ്റ് ഇത് വരുന്നത് അല്ലേ? മേളിൽ -6 വരും. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ എത്രയുണ്ട്? 3- ഉണ്ട് അല്ലേ? 3- ഇതിന് രണ്ടും കൂടെ കടപ്പ് 3-. ഇനി നമുക്ക് എത്രയും കൂടെ കൊടുത്താൽ മതി? അങ്ങോട്ട് ഒരു -3 കൂടെ കൊടുത്താൽ മതി. ആ -3യുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. ഓക്കെ, ആ -3യുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +3. അതായത് മെറ്റലിൻ്റെ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ Fൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അങ്ങനെ 6 F ഉണ്ട്. അപ്പോൾ 6- ഉണ്ട് അല്ലെ? -6 ഉണ്ട്. ഓൾറെഡി നമുക്ക് അവിടെ 3- അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മുകളിലുണ്ട്. ഇനി നമുക്ക് എത്രയും കൂടെ കൊടുത്താൽ മതി? അങ്ങോട്ട് -3 കൂടെ കൊടുത്താൽ മതി -6 ആകാൻ. ആ -3യുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ വരുന്നത്? കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതാണെങ്കിൽ 27 ആണെങ്കിൽ നമ്മുടെ എന്താണ് വരുന്നത്? 4s2 അല്ലേ? 3D അല്ലേ? 3D7 4s2 അല്ലേ? ആർഗൺ പിടിയുണ്ട്. ആർഗണിൻ്റെ കഴിഞ്ഞിട്ടാണ്, ആർഗൺ കഴിഞ്ഞിട്ട്. ഇനി അടുത്ത് നമ്മൾ CO3+ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? CO3+ ആണെങ്കിൽ അപ്പോൾ എങ്ങനെ വരുന്നത്? ആ 27ൽ നിന്ന് നമ്മൾ 3 കുറച്ച് കഴിഞ്ഞാൽ 24. ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതല്ലേ? 24 ആകുമ്പോഴത്തേക്കിന് എങ്ങനെ വരും? ഇതിൻ്റെ അകത്ത് നിന്ന് 2 പോകും, 3 അല്ലേ പോകേണ്ടത്? ഇതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം പോകും. 3D6 അല്ലേ? 3D6 വന്നു. ഇനി നമ്മൾ എന്താണ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഓർബിറ്റ് വരയ്ക്കണം. ആദ്യത്തെ ഓർബിറ്റ് ആരുടെ ഓർബിറ്റാണ്? 3Dയുടെ ഓർബിറ്റ് അല്ലേ? 3D 1 2 3 4 5. ഇനി അടുത്ത് 3D കഴിഞ്ഞാൽ 4s, പിന്നെ അടുത്തത് 4p, പിന്നെ 4D വേണമെങ്കിൽ ഒന്ന് വരച്ച് വെക്കുക ആവശ്യമുണ്ടെങ്കിൽ. 4D ഓക്കെ, 4D 4p. ഇനി 3Dക്കകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 6 അല്ലേ? 1 2 3 4 5, പിന്നെ അടുത്ത ഏതാണ്? 6. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ F എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ നോക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെയും വീക്ക് ഫീൽഡ് ലിഗാൻഡിൻ്റെയും കുറച്ച് ലിസ്റ്റ് നമ്മൾ തന്നായിരുന്നു. അതിനകത്ത് വീക്ക് ഫീൽഡ് ലിഗാൻഡിനകത്താണ് ആര് കിടക്കുന്നത്? F കിടക്കുന്നത്. അപ്പോൾ ഈ F ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഈ നമ്മുടെ ഈ കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺസ് പെയർഡ് ആവാനായിട്ട് ഒരിക്കലും ശ്രമിക്കത്തില്ല. അപ്പോൾ നമ്മുടെ F എന്ത് ചെയ്യും? ഈ F എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ളതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യും? പെയർ ആ ബാക്കിയുള്ളതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കത്തേ ഉള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഇവിടെ ഒരു F വരും അല്ലേ? F, പിന്നെ അടുത്ത ഏതാ? F ഇപ്പം 4 എണ്ണമായി. F 2 1 2 3 4 5 6 6 F ആയില്ലേ?
നമ്മളതങ്ങ് അതിലോട്ട് കൊടുക്കുക. അതായത് സ്ട്രോങ് ഫീൽഡ് ആണ് എങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം പെയറായിട്ടിരിക്കാൻ ശ്രമിക്കും 3Dക്കകത്തുള്ള. ആ ലിഗാൻഡ് എന്ന് പറയുന്ന സ്ട്രോങ് ഫീൽഡ് അല്ല എങ്കിൽ ഇവന്മാർ ഇതുപോലെ തന്നെ ഇരിക്കും. ബാക്കി എഫ് എന്ത് ചെയ്യും, ബാക്കിയുള്ളതിനകത്തോട്ട് മാറി മാറി പോയിരിക്കും. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വന്നേക്കുന്നത്, എഫിനകത്ത് കയറി പിടിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്, 4s അല്ലേ. അപ്പം എസ് ഹൈബ്രിഡൈസേഷൻ. അടുത്ത പിക്കകത്ത് എത്ര എണ്ണം എഫ് ഉണ്ട്, P3. പിന്നെ അടുത്ത ഡിക്കകത്ത് 2. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ. ഇതും എന്താണ്, ഒക്ടാഹിഡ്രലാണ്. sp3 ഹൈബ്രിഡൈസേഷനാണ് ഒക്ടാഹിഡ്രൽ. ഇനി ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂറിനാണ് എങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് എങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും, ഔട്ടർ കോൺഫിഗറേഷൻ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഹൈ സ്പിന്നായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ആദ്യത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3 കിട്ടി, പിന്നെ ഒക്ടാഹിഡ്രൽ എന്നുള്ള ആൻസർ ജിയോമെട്രി കിട്ടി, പിന്നെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടറാണ് കിട്ടി, പിന്നെ ഹൈ സ്പിന്നാന്നുള്ളതും കിട്ടി. ഇനി ലാസ്റ്റ് നമുക്കുള്ള എന്താണ്, ഇഫ് ഇൻ കേസ് ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ് എങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഇടുന്നത്, റൂട്ട് ഓഫ് അല്ലേ. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n+2 BM ബോർ മാഗ്നറ്റോൺ. ഈ ഇക്വേഷനല്ലേ നമ്മൾ ഇടുന്നത്, n+2 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് n എന്ന് പറയുന്ന അൺപെയർഡ് ഇലക്ട്രോൺസാണ്. നമ്മുടെ ഈ 3D ഓർബിറ്റ് ഇലക്ട്രോൺസിൻ്റെ കേസ് നോക്കാവുള്ള എഫിൻ്റെ നോക്കരുത്. ഇലക്ട്രോൺസിനകത്ത് 3Dക്കകത്ത് എത്രയുണ്ട് അൺപെയർഡ്, ഫസ്റ്റ് ബോക്സിൽ കിടക്കുന്നത് പെയർഡാണ്. പിന്നെ 1 2 3 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ n = 4 ആണ്. അപ്പം റൂട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത്, റൂട്ട് ഓഫ് n ഇൻറ്റു n+2 അല്ലേ. റൂട്ട് ഓഫ് n ഇൻറ്റു n+2 എന്ന് പറയുന്നത് എത്ര വരും, റൂട്ട് ഓഫ് n എന്ന് പറയുന്നത് 4 അല്ലേ. 4 പിന്നെ 4 + 2 4 + 2 6 4 2 6 4 24 റൂട്ട് 24 BM ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. റൂട്ട് 24 BM ബോർ മാഗ്നറ്റോൺ ആണ് നമുക്ക് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറിൻ്റെ അവിടെ കിട്ടുന്ന ആൻസർ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയേക്കുന്നത്, ഇതിൻ്റെ അകത്ത് COF6 എന്നുള്ളതിൻ്റെ കൊബാൾട്ടിൻ്റെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. മെറ്റലിൻ്റെ എപ്പോഴും മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3D 4s 4p 4d ഓർബിറ്റിൽ വരച്ചു. എന്നിട്ട് 3Dക്കകത്ത് നമ്മൾ 6 എണ്ണത്തെ ഉൾക്കൊള്ളിച്ചെഴുതി. വീണ്ടും നമ്മൾ നോക്കി നമ്മുടെ എഫ് എന്ന് പറയുന്ന സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ എന്ന് പോയി നോക്കി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ലിസ്റ്റ് അനുസരിച്ചിട്ട് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ബോക്സ് അതായത് വരുന്ന ഫ്ലൂറിന് എന്ന് പറയുന്നത് എന്താണ്, ആ ഇതിൻ്റെ അകത്തോട്ട് അതായത് ഡിക്കകത്ത് ഇലക്ട്രോൺസിനെ പെയർ ആക്കാനായിട്ട് ശ്രമിക്കത്തില്ല. അതെന്ത് ചെയ്യും, അൺപെയർഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ബോക്സ് 4s 4p 4dയിലോട്ടൊക്കെ നമ്മുടെ ഫ്ലൂറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഈ ഫ്ലൂറിന് ലിഗാൻഡ് ഏതാണോ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ലിഗാൻഡ് എസ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിക്കകത്ത് 3 എണ്ണത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഡിക്കകത്ത് 2 എണ്ണത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 D2 ആണ്. അത് ഒക്ടാഹിഡ്രലാണ് ജിയോമെട്രി എന്ന് പറയുന്നത്. പിന്നെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഹൈ സ്പിന്നുമാണ് വരുന്നത്. പിന്നെ നമ്മൾ എന്താണ് നോക്കുന്നത്, ഓർബിറ്റലിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കകത്ത് ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് n ഇൻറ്റു n+2 ഇട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, പാരാമാഗ്നറ്റിക് നേച്ചർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേനും എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ COF6 എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ അല്ലേ. COF6 എന്ന് പറയുന്നതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതായിരുന്നു, COF6ൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 D2 അല്ലേ. sp3 D2 ഒക്ടാഹിഡ്രൽ അല്ലേ. ഒക്ടാഹിഡ്രൽ COF6ൻ്റെയാണ് പറയുന്നത്, ഒക്ടാഹിഡ്രൽ. പിന്നെ അടുത്ത എന്താണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടറാണ്. അതായത് ഇതല്ലേ വന്നേക്കുന്ന വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലേ. പിന്നെ ഹൈ സ്പിന്നായിരിക്കും വരുന്നത്. ഹൈ ആണെങ്കിൽ ഔട്ടർ ആണെങ്കിൽ ഹൈ ആയിരിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, റൂട്ട് 24 BM എന്നും കിട്ടി. ഓക്കെ.
പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറാണെന്ന് എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, പാരാമാഗ്നറ്റിക് ആണെന്ന് ഇത് കിട്ടി. പാരാമാഗ്നറ്റിക് ആയതുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത് അല്ലേ. ഇത് CONH3 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണെന്നും കിട്ടി. നമ്മളത് വാലൻസ് ബോണ്ട് തിയറി വെച്ച് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്